ഹലോ ഗായ്സ്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് പട്ടത്തേക്കാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഇവളെ മിക്ക വീഡിയോസിലുണ്ട് ആൾ. ഇതെൻ്റെ വല്യമ്മയുടെ മോളാണ്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പരിചയപ്പെടും. അവളുടെ ആവശ്യത്തിനാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി കുറേ നേരം ഞാൻ പോസ്റ്റ് ചെയ്യുന്നപ്പോൾ 50ാമത്തെ ടോക്കണാണ് അവൾക്കുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതിയെന്ന്. അതിനുശേഷം നമ്മൾ നേരെ അതിൻ്റെ അടുത്തുള്ള ഹോട്ടൽ വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. അപ്പോൾ അവിടെ ഒന്നും ഹോട്ടലില്ലായിരുന്നു. ഒരു ഹോട്ടൽ മാത്രം, അതും കുടുംബശ്രീയുടെ ഹോട്ടൽ മാത്രം. പിന്നെ നമ്മൾ അവിടെ പോയാണ് കഴിച്ചത്. പിന്നെ ഞാൻ കുറേ നേരം പോസ്റ്റ് അടിച്ചൊരു 4:30 വരെയൊക്കെ 4-5 മണി വരെയൊക്കെ പോസ്റ്റ് അടിച്ചതിന് ശേഷം നമ്മൾ നേരെ തമ്പാനൂർ പോയ ശേഷം അവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കോഫിയൊക്കെ കുടിച്ചു. കോഫിയും വെജ് കട്ട്ലേറ്റും. പിന്നെ നമ്മൾ ത്രൂ നാഗർകോവിൽ ബസ്സാണ് കയറിയത്. കാരണം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലല്ല പോകുന്നത്, നമ്മൾ നേരെ ഇവളുടെ വീട്ടിലാണ്. ഇവളുടെ വീട് നാഗർകോവിലാണ്. സോ നമ്മൾ നാഗർകോവിലേക്കാണ്. ഞാൻ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോവുകയാണ്. ആരും പേടിക്കണ്ട, സംഭവം ഭയങ്കര മഴയും കാറ്റുമാണ്. പിന്നെ ബസ് നമ്മളെ സ്റ്റോപ്പിലല്ല നിർത്തിയത്, അതിനു മുമ്പൊക്കെയാണ് നിർത്തിയത്. അപ്പോൾ കുറേ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ വീട്ടിലൊക്കെ എത്തി. അപ്പോൾ ഗൈസ്, ഇതാണ് അവളുടെ വീട്. വല്യമ്മയ്ക്ക് നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഓരോ പ്ലേസ് വിളിച്ചുകൊണ്ട് വരുന്നത്, എവിടെ എത്തിയെന്ന്. വല്യമ്മ കുറച്ച് ടെൻഷനായി, കാരണം ഇത്രയും ലേറ്റായിപ്പോൾ. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 7-8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആവാനായിട്ടാണ് പോകുന്നത്. കാരണം രാവിലെ തൊട്ട് അലച്ചിലായിരുന്നു. ഗൈസ്, ഇവിടെ ഉള്ളത് വല്യമ്മയും പിന്നെ അച്ചാമ്മയാണ്. അച്ചാമ്മ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, അവളുടെ അച്ഛൻ്റെ അമ്മയാണ്. അപ്പോൾ അച്ചാമ്മ സീരിയൽ കാണുകയാണ്. അപ്പോൾ അവളുടെ അനിയനുണ്ട്. അനിയൻ വന്നിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ ലീവ് ദിവസം അവിടെയാണ് സ്റ്റേ ചെയ്യാറുള്ളത്. കോളേജുള്ള ദിവസം മാത്രമേ ഇവിടെ വരത്തുള്ളൂ. അങ്ങനെ ഫ്രഷ് വന്നപ്പോഴത്തേക്ക് വല്യമ്മ നല്ല ചൂടോട് ചപ്പാത്തിയും മുട്ടക്കറിയും എല്ലാം ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നാളത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.